എല്ലാവർക്കും ഇരിക്കാം. ചിന്തിക്കുവാനായി എടുത്തിരിക്കുന്ന കുറുവാക്യം നാം ഇന്ന് പാഠമായി വായിച്ച വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 17-ാം വാക്യം. യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കും. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുവാൻ അടിയങ്ങളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം. ആരാധനയിലൂടെ ദൈവസന്നിധിയിൽ ശരണപ്പെട്ടുകൊണ്ട് വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങളിന്ന് ചിന്തിക്കുന്ന വചനം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും ഞങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതും ജീവിതത്തെക്കുറിച്ചുള്ള പുതിയ കാഴ്ചപ്പാടുകൾ ലഭ്യമാകുന്നതുമായിരിക്കാൻ സഹായിച്ചാൽ വചനം സംസാരിക്കുന്ന അടിയനെയും കേൾവിക്കാരായിരിക്കുന്ന ജനത്തെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നല്ല ചിന്തകളിലേക്ക്, നല്ല ജീവിതാനുഭവങ്ങളിലേക്ക് വഴി നടത്തണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പരിശുദ്ധ ആരാധനയിലൂടെ ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് ഏറ്റവും സന്തോഷകരമായ ജീവിത അനുഭവങ്ങളിലേക്ക് വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഈ പരിശുദ്ധ ഇടവകയിലെ മുൻ അംഗമായിരുന്ന ശ്രീ മിശിഹാദാസ് മിശിഹ ഭവൻ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനായിട്ട് എൻ്റെ അടുക്കൽ കടന്നു വന്നു. ഞങ്ങളങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. അത് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഇപ്പോൾ ആരാധിക്കുന്ന ഇടവകയിലെ ഒരു അച്ഛൻ പറഞ്ഞ കാര്യമാണ്. ദൈവാലയത്തിൽ 1-ാം മണി അടിക്കുന്നത് ദൈവാലയത്തിൽ ആരാധനയ്ക്ക് ജനത്തെ കൂട്ടിവരുത്തുവാനുള്ള ദൈവത്തിൻ്റെ വിളിയാണ് എന്നുള്ളതാണ്. ദൈവാലയത്തിൽ 1-ാം മണി അടിക്കുന്നത് ദൈവാലയത്തിൽ ആരാധനയ്ക്ക് ജനത്തെ വിളിക്കുന്ന ദൈവ ശബ്ദമാണ്. 2-ാം മണി അടിക്കുന്നത് ദൈവാലയത്തിൽ ആരാധന ആരംഭിച്ചു, ഇനി വരണ്ട എന്നുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 1-ാം മണി നാദം ദൈവാലയത്തിലേക്ക് ആരാധനയ്ക്ക് വരുവാനുള്ള ഒരു ഉൾവിളിയും, 2-ാം മണി നാദം ഇനി നിങ്ങൾ വരണ്ട, ആരാധന ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ആരാധനകളിൽ എത്ര കണ്ട് ദൈവ വിളിക്ക് അനുയോജ്യമായി നാം ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും ഞാനിത് പല ആവർത്തി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പല മാർഗങ്ങളിലൂടെ. എങ്കിലും നമ്മുടെ ജീവിതങ്ങൾക്ക് ഇതുവരെയും ഒരു മാറ്റം വന്നില്ല എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കൃത്യനിഷ്ഠതയുണ്ട്. വിദ്യാലയങ്ങളിൽ പോകുന്നവരും, തൊഴിൽ തേടുന്നവരും, മറ്റു പ്രവർത്തനങ്ങളിലായിരിക്കുന്നവരും, ബസ്സിൽ യാത്ര ചെയ്യുന്നവർ, എന്തിനേറെ പറയുന്നു, ചന്തയിൽ പോകുന്നവർക്ക് പോലും കൃത്യസമയം അറിയാം. ദൈവത്തെ ആരാധിക്കുവാനും ആ ഒരു ഉൾക്കാഴ്ച, ആ ഒരു മനോഭാവം നിങ്ങൾ വളർത്തിയെടുക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കും. പലപ്പോഴും നമുക്ക് ദൈവത്തോടുള്ള മനോഭാവം ദൈവം ശോധന ചെയ്യുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ കഴിയുന്ന സൗരഭ്യവാസനുള്ള യാഗമാണ് ആരാധന. നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഒരു സമർപ്പണമാണ് ആരാധന എന്ന് പറയുന്നത്. അത് വിശ്വസ്തയോടും ദൈവഭയത്തോടും നമ്മുടെ ആയുസ്സിൻ്റെയും ജീവൻ്റെയും പരിപാലകനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം വിശ്വസ്തയോടുകൂടി അർപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ പിതാക്കന്മാരെ വഴി നടത്തിയ ദൈവം നമ്മെയും നമ്മുടെ തലമുറകളെ വഴി നടത്തും. അത് അനുഗ്രഹീതമായ അനുഭവവുമായിരിക്കും. ഇന്നത്തെ ചിന്താവിഷയം പട്ടത്വ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ മുറിവടയാളം എന്നുള്ളതാണ്.
അതെ, പട്ടത്വ ശുശ്രൂഷ അഥവാ പൗരോഹിത്യ ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ മുറിവ് അടയാളം എന്നുള്ളതാണ്. പാസ്റ്റൽ മിനിസ്ട്രി അതായത് പട്ടത്വ ശുശ്രൂഷ ഇന്ന് വളരെയധികം ശ്രദ്ധയാകർഷിക്കുന്നതും അനിവാര്യമായതും എന്നാൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഒരു അനുഭവമാണ്. നമുക്കറിയാമല്ലോ, ഇന്ന് ഏത് സഭാ വിശ്വാസികളായാലും അവരവരുടെ സഭയെ വിമർശിക്കുവാൻ വളരെ ശക്തരാണ്. പ്രത്യേകിച്ച് പൗരോഹിത്യ ശുശ്രൂഷ പല വിധത്തിൽ ഇന്ന് വിമർശനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് അത് പട്ടത്വ ശുശ്രൂഷയെക്കുറിച്ച് നാം ഇന്ന് ചിന്തിക്കുന്നത്. അപ്പോൾ പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പാസ്റ്റർ, ക്ലർജി, പ്രസ്ബിറ്റർ, പ്രീസ്റ്റ് എന്നീ പദങ്ങൾക്ക് തുല്യമായ ഒരു പദമായിട്ടാണ് ഈ പട്ടക്കാരൻ എന്ന പദം നാം ഉപയോഗിക്കുന്നത്. പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിനോ വ്യക്തിക്കോ വേണ്ടി മാത്രം ഉള്ളതല്ല. മറ്റുള്ളവരുടെ നന്മ കാക്ഷിക്കുന്ന എല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയും. അതേ പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് നിർവഹിക്കപ്പെടുന്ന ശുശ്രൂഷയാണ് പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത്. അപ്പോൾ പട്ടക്കാരൻ അഥവാ ഇടയപരിപാലന ശുശ്രൂഷയിൽ ഇന്ന് അനേക ശുശ്രൂഷകൾ അന്തർലീനമായിരിക്കുകയാണ്. ഹീലിംഗ്, പ്രീച്ചിങ്, ടീച്ചിങ്, ഗൈഡിങ്, റിക്കൺസിലിംഗ് തുടങ്ങിയതായ ആ ചിന്തകൾ അതിൽ അന്തർലീനമായിരിക്കുന്നു. അതായത് സൗഖ്യദായക ശുശ്രൂഷ, ദൈവവചന പ്രഘോഷണം, ദൈവവചന പഠനം, ഇടയ പരിപാലനം, അനുരഞ്ജനം തുടങ്ങിയതായ ശുശ്രൂഷകളാൽ അന്തർലീനമായ ഒരു അപരന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ പട്ടത്വ ശുശ്രൂഷയെ ഈ മേഖലകളിൽ മാത്രം ഒതുക്കി നിർത്തുവാനായിട്ട് കഴിയുമോ എന്ന് ചിന്തിച്ചാൽ കഴിയില്ല. ഒരു മനുഷ്യന്റെ സമഗ്ര മേഖലകളിലും ആവശ്യമായ സ്വാധീനം ചെലുത്തുന്ന ഒരു ശുശ്രൂഷയാണ് പട്ടത്വ ശുശ്രൂഷ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശുശ്രൂഷയുടെ മഹത്വവും തൻ്റെ ശിഷ്യഗണങ്ങൾ എന്ത് ശുശ്രൂഷ നിർവഹിക്കണം എന്ന് അവരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് നാം ഇന്ന് പാഠമായി വായിച്ച സുവിശേഷ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ വേദഭാഗത്ത് പട്ടത്വ ശുശ്രൂഷയെക്കുറിച്ചും ഒരു പട്ടക്കാരൻ എപ്രകാരം ആയിരിക്കണം എന്നിവയെക്കുറിച്ചുമെല്ലാം യേശുവിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ നമുക്കവിടെ ദർശിക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു തൻ്റെ പ്രഥമ ശിഷ്യനായിരിക്കുന്ന പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഒരു ചോദ്യം പത്രോസിന് മുമ്പിൽ യേശു അവതരിപ്പിക്കുകയാണ്. ഈ ഒരു ചോദ്യം 3 പ്രാവശ്യം യേശു ആവർത്തിക്കുന്നു. എന്തുകൊണ്ട് ഒരേ ചോദ്യം 3 പ്രാവശ്യം യേശു ആവർത്തിച്ചു എന്ന് ചോദിച്ചാൽ, ഓരോ പ്രാവശ്യം യേശു ചോദിക്കുമ്പോഴും അതിലൂടെ ചില ആത്മീയ സത്യങ്ങളെ അഥവാ അപരന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ എപ്രകാരമാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് തൻ്റെ പ്രഥമ ശിഷ്യനായിരിക്കുന്ന പത്രോസിനെയും അതിനോടൊപ്പം തൻ്റെ മുമ്പിലിരിക്കുന്ന ശിഷ്യഗണങ്ങളെയും പഠിപ്പിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അതിലൊന്നാമത്തെ ചിന്ത, നിന്റെ വിളിയെക്കുറിച്ച് നീ വീണ്ടും ഉണരുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസിനോട് യേശു ചോദിക്കുന്നത്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ഒരു ചോദ്യത്തിൽ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യം പത്രോസിന്റെ വിളിയുമായി ബന്ധപ്പെട്ട്
നമുക്കതിനെ ചേർത്ത് വായിക്കുവാനായിട്ട് കഴിയണം. ഇവിടെ പത്രോസിനെ ദൈവം ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിച്ചത് ദൈവിക ഉദ്ദേശത്തോടു കൂടെയായിരുന്നു. അതായത് മത്സ്യബന്ധനത്തിലായിരുന്ന പത്രോസിനെ അതിശയകരമായ ഒരു മീൻപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിലൂടെ നയിച്ച് മനുഷ്യരെ പിടിക്കുന്ന മഹനീയ ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, തൊഴിലിൽ നിന്നും ശുശ്രൂഷയിലേക്കുള്ള ഒരു നിയോഗം യേശു പത്രോസിന് ഇവിടെ നൽകുന്നുണ്ട്. ഇപ്പൊ തൊഴിൽ എന്ന് പറയുമ്പോൾ എനിക്കും എൻ്റെ കുടുംബ അംഗങ്ങൾക്കും വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളത്. അപ്പോൾ സ്വന്തം ജീവിതത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരുന്ന പത്രോസിനെ അപരന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയിലേക്കാണ് യേശു വിളിക്കുന്നത്. യേശു പത്രോസിനെ വിളിച്ച് വേർതിരിച്ച് കൊണ്ടു നടന്ന് പരിശീലിപ്പിച്ച് തൻ്റെ ദൗത്യത്തെ ഇവിടെ ഏൽപ്പിക്കുവാനായിട്ട് പോകുകയാണ്. തൊഴിലിൻ്റെ അനുഭവത്തിൽ നിന്നും ശുശ്രൂഷയുടെ മേന്മയിലേക്ക്, അതായത് മത്സ്യബന്ധനത്തിൻ്റെ അനുഭവത്തിൽ നിന്നും മനുഷ്യരെ പിടിക്കുന്നതായ ആ ഒരു അനുഭവത്തിലേക്ക് പത്രോസിനെ ദൈവം വിളിച്ചു വേർതിരിച്ചു. എന്നാൽ കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് ശേഷം പത്രോസ് പറയുന്നു, ഞാൻ മീൻ പിടിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ദൈവം തന്നെ ഏൽപ്പിച്ചതായ ശുശ്രൂഷയിൽ നിന്നും വീണ്ടും ഉപജീവന മാർഗത്തിന്റെ മേഖലയിലേക്ക് പത്രോസ് ദൈവവിളി മറന്നുകൊണ്ട് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ക്ഷേമാശ്ചര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് കടന്നു പോകുന്ന പത്രോസിന്റെ ചിത്രമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോഴാണ് വലിയൊരു അതിശയകരമായ മീൻപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ അത് വീണ്ടും ദൈവം കർത്താവായ യേശു പത്രോസിനെ വിളിച്ച് തൻ്റെ വിളിയെക്കുറിച്ചുള്ളതായ ഒരു അവബോധം വീണ്ടും നൽകുന്നു. അത് യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഒരിക്കൽ ഞാൻ നിന്നെ വിളിച്ചു, ആ വിളി നീ കേട്ടു, എൻ്റെ പിന്നാലെ നീ അനുഗമിച്ചവനാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും നീ കണ്ടു, നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നീ അനുഭവിച്ചു. അതേ, ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന പദവിയിലൂടെ ശുശ്രൂഷയുടെ ഔന്നത്യത്തിലേക്ക് നീ ഉയർന്നു. എന്നാൽ വീണ്ടും നീ നിന്റെ വിളിയെ മറന്നുകൊണ്ട് നിന്റെ ഉപജീവന മാർഗങ്ങളാണ് നിനക്ക് പ്രധാനമെന്ന് ചിന്തിച്ച് അതിൻ്റെ പിന്നാലെ നീ കടന്നുപോയി. വീണ്ടും അതേ യേശു പത്രോസിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവനെ വീണ്ടും തന്റെ വിളിയെക്കുറിച്ചുള്ള ഒരു ബോധ്യത്തിലേക്ക് അവനെ തിരികെ ക്ഷണിക്കുന്നതായിട്ട് നമുക്കിവിടെ കണ്ടെത്തുവാനായിട്ട് കഴിയും. ഒരു പട്ടത്വ ശുശ്രൂഷ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ, ദൈവം തന്നെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ ജീവിതത്തിലൂടെ അപരന്റെ നന്മയ്ക്ക് വേണ്ടി തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുമ്പോഴാണ് തൻ്റെ ശുശ്രൂഷ വിജയകരമായി നിവർത്തിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ യേശു പത്രോസിനോട് ചോദിക്കുന്നു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പ്രിയമുള്ളവരെ, യേശു ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ചോദിക്കുന്നതും ഇതേ ചോദ്യം തന്നെയാണ്. ഇന്ന് ലോകത്തിൽ പലവിധ കഷ്ടതകളുണ്ട്, വേദനകളുണ്ട്, നിരാശകളുണ്ട്, രോഗങ്ങളുണ്ട്, കണ്ണുനീരിന്റെ അനുഭവങ്ങളുണ്ട്. എല്ലാവർക്കും ഉപജീവന മാർഗം പ്രാധാന്യമേറിയത് തന്നെയാണ്. എങ്കിലും യേശുവിന്റെ ചോദ്യം ഇതാണ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അതെ, നീ ഇവരിൽ എന്ന് പറയുമ്പോൾ നിന്റെ തൊഴിലിനേക്കാൾ നീ അധികമായി യേശുവിനെ സ്നേഹിക്കുന്നുവോ? പ്രിയമുള്ളവരെ, ഇന്ന് പലപ്പോഴും നമുക്ക് ആരാധനയ്ക്ക് കടന്നു വരുവാൻ തടസ്സം നിൽക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ തൊഴിലിടങ്ങൾ. പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരുവാൻ കഴിയുന്നില്ല, കാരണം എൻ്റെ തൊഴിലാണ് പ്രശ്നം. ഇങ്ങനെ പറയുന്നവരെയൊക്കെ ഞാൻ പലപ്പോഴും നിരീക്ഷിച്ചിട്ടുണ്ട്. അവർക്ക് അത് ടൂർ പോകുവാനായാലും മറ്റ് സന്തോഷങ്ങൾക്കും മറ്റ് സമയം ചിലവഴിക്കുവാനും മണിക്കൂറുകളോ ദിവസങ്ങളോ ഒക്കെ ചിലവഴിക്കുവാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നാൽ നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന യേശുവിൻ്റെ ആ ഒരു ചോദ്യത്തിന് നമുക്ക് ഉത്തരം കണ്ടെത്തുവാനായിട്ട് കഴിയുമോ? നിന്റെ തൊഴിലിനേക്കാൾ
നീ യേശുവിനെ സ്നേഹിക്കുന്നവനാണോ? നിന്നേക്കാൾ നിനക്ക് യേശുവിനെ സ്നേഹിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ആരാധനയുടെ ഔന്നത്യത്തിലേക്ക് നിനക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയൂ. ഇന്ന് പലപ്പോഴും മനുഷ്യർ സ്വസ്നേഹികളായി തീരുമ്പോൾ ദൈവത്തെ മറക്കുന്നു എന്ന കാര്യം മറന്നു പോകരുതേ. ഒരു കാലഘട്ടത്തിൽ ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ, കണ്ണുനീരിന്റെ അനുഭവങ്ങളിൽ നിരാശയോടുകൂടി അടിമത്തം പേര് നടന്നപ്പോൾ ദൈവത്തെ അന്വേഷിക്കുവാൻ സമയമുണ്ടായിരുന്നു. എല്ലാറ്റിനും ഉപരി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഞാനെന്നുള്ള ഭാവത്തോടുകൂടെയാണ് പലരും പ്രവർത്തിക്കുന്നത്. ദൈവസന്നിധിയിൽ വിനയപ്പെടുവാനോ എന്നേക്കാൾ ദൈവത്തെ സ്നേഹിക്കുവാനുള്ള മനോഭാവം നമുക്കൊന്ന് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് യേശു ചോദിച്ചത്, നീ ഇവരിൽ അധികമായി, അതായത് നിന്നേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഒരു ചോദ്യമാണ്. മൂന്നാമത് ഈ ചോദ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്, അത് ദൈവം നിനക്ക് തന്നിട്ടുള്ള എല്ലാവരേക്കാൾ, അതായത് നിന്റെ കുടുംബമോ, നിന്റെ മാതാപിതാക്കളോ, നിന്റെ മക്കളോ, നിന്റെ സമ്പത്തോ, നിന്റെ വിദ്യാഭ്യാസമോ, നിന്റെ പേരോ പദവിയോ, ഇവയെല്ലാത്തിനേക്കാൾ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? അതേ പ്രിയമുള്ളവരെ, അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ് ആരാധനയുടെ പ്രാധാന്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചു, ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ജനതയായി വളർത്തി. എന്നാൽ വീണ്ടും പത്രോസിനെ പോലെ ഉപജീവന മാർഗങ്ങൾ തേടി കടന്നു പോകുന്ന അഭിനവ പുതിയ സമൂഹത്തിന്റെ വക്താക്കളായി ഞാൻ നിങ്ങൾ തീർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു നമ്മുടെ വിളിയെക്കുറിച്ച് വീണ്ടും നമ്മെ ബോധ്യപ്പെടുത്തുന്നു, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? രണ്ടാമത്തെ ചിന്ത, നിന്റെ സമർപ്പണത്തെ ശുദ്ധമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൈവ വിളി എന്തെന്ന് മനസ്സിലാക്കിയ ഒരു പട്ടക്കാരൻ അഥവാ ദൈവ മകൻ ദൈവത്തിലുള്ള തൻ്റെ സമർപ്പണത്തോടുകൂടെ വേണം തൻ്റെ ജീവിതയാത്ര നയിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ദൈവ മുൻപാകെ ഉള്ള ഒരു സമർപ്പണം നമുക്ക് ആവശ്യമാണ്. എത്രത്തോളം ദൈവത്തിലുള്ള സമർപ്പണത്തോടുകൂടെ നമ്മുടെ ശുശ്രൂഷയോ, നമ്മുടെ ജീവിതമോ, നമ്മുടെ ആരാധനയോ നാം മുൻപോട്ട് നയിക്കുന്നുവോ, അത്ര കണ്ട് നമ്മുടെ ജീവിതം വിജയകരമായി തീരും. പ്രിയമുള്ളവരെ, മോശയുടെ ജീവിതം ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. മോശയെ ദൈവം വിളിക്കുമ്പോൾ ഒഴിവ് കഴിവുകൾ പലതും പറയുന്നു. എന്നാൽ യഹോവയാകുന്ന ദൈവം മോശയെ വിളിച്ച് യഥാസ്ഥാനപ്പെടുത്തി തൻ്റെ ശുശ്രൂഷയെ ഏൽപ്പിച്ചു. ആ ശുശ്രൂഷ നിറപടിയായി ചെയ്തപ്പോൾ മോശയുടെ നാവോടുകൂടെ ഇരുന്ന ദൈവം മോശയുടെ പിന്നെയുള്ള ജീവിതം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പണ മനോഭാവത്തോടുകൂടെ ആയിരുന്നു. തൻ്റെ ശുശ്രൂഷയിൽ പ്രതികൂലങ്ങൾ കടന്നു വന്നു. പലരും തന്നെ എതിർത്തു, പലരും തന്നെ വിമർശിച്ചു. തൻ്റെ സമർപ്പണത്തെ പോലും ചോദ്യം ചെയ്യുന്ന അനുഭവങ്ങൾ മോശയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളെ മോശ അഭിമുഖീകരിച്ചപ്പോഴും അവൻ ദൈവം മുൻപാകെ വിനയപ്പെട്ട് ദൈവത്തിലുള്ള തൻ്റെ സമർപ്പണത്തെ കുറിച്ച് ഉണരുകയും അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സമർപ്പണം ഇന്ന് ക്രൈസ്തവ വിശ്വാസികൾക്കും ക്രൈസ്തവ ശുശ്രൂഷകൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്ന അനുഭവങ്ങൾ, വിമർശനങ്ങളും ഒറ്റപ്പെടുത്തലുകളും നിസ്സഹായതകളും ശുശ്രൂഷയിലെ ഭയാനകമായ ജീവിത അനുഭവങ്ങളും അഭിമുഖീകരിക്കുമ്പോൾ സ്വയത്തിൽ ആശ്രയിക്കുന്നവർ പതറിപ്പോകും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ തൻ്റെ സമർപ്പണത്തെ പുതുക്കുന്ന മനോഭാവത്തോടുകൂടെ സധൈര്യത്തോടുകൂടെ ശുശ്രൂഷ നിർവഹിക്കുവാനും സാധിക്കും. മൂന്നാമത്തെ ചിന്ത, നിന്റെ ധീരതയ്ക്ക് നവോന്മേഷം നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ പട്ടത്തെ ശുശ്രൂഷയിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു അനുഭവമാണ് ധൈര്യത്തോടുകൂടെ ശുശ്രൂഷ നിർവഹിക്കുക എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും ശുശ്രൂഷകരെ ബലഹീനമാക്കുന്ന അനുഭവങ്ങൾ ഒട്ടനവധിയാണ്. സഭയുടെ മേഖലകളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പലവിധമായിരിക്കുന്ന മൂല്യച്യുതികൾ, പ്രശ്നസങ്കീർണമായ അനുഭവങ്ങൾ, അത് പട്ടത്വ ശുശ്രൂഷ ഇന്ന് അഭിമുഖീകരിക്കുന്ന വിമർശനങ്ങൾ, ഇതെല്ലാം പട്ടക്കാരനെ
അധൈര്യപ്പെടുത്തുന്ന ജീവിത അനുഭവങ്ങളാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ ജീവിത അനുഭവങ്ങളുടെ മധ്യത്തിൽ കർത്താവായ യേശുവാണ് ഈ ശുശ്രൂഷയ്ക്ക് നിന്നെ നിയോഗിച്ചിരിക്കുന്നത് എന്ന ബോധ്യത്തിലൂടെ കടന്നു വരുമ്പോൾ ധൈര്യത്തോടുകൂടെ, ഉന്മേഷത്തോടുകൂടെ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കണം എന്നാകുന്നു വചനം പഠിപ്പിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ കാണുന്നതായ പലവിധത്തിലുള്ള തട്ടിപ്പുകളും പീഡനങ്ങൾ, അനീതികൾ, ചൂഷണങ്ങൾ, ആക്രമണങ്ങൾ, ഇങ്ങനെയുള്ള സമൂഹത്തിൻ്റെ മൂല്യച്യുതിക്ക് നേരെ ശബ്ദമുയർത്തുവാൻ പട്ടത്വ ശുശ്രൂഷയ്ക്ക് ധൈര്യം ഉണ്ടായിരിക്കണമെന്നാകുന്നു ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യേശു പത്രോസിനെ വിളിച്ച്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് യേശു ചോദിക്കുമ്പോൾ പത്രോസിന്റെ ധൈര്യമില്ലായ്മയെ മനസ്സിലാക്കിയ ക്രിസ്തു പത്രോസിനെ ധൈര്യപ്പെടുത്തുവാനാണ്, തൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു നവോന്മേഷം പകരുവാനാണ് യേശു ഇവിടെ ആഗ്രഹിക്കുന്നത്. പത്രോസിന്റെ ജീവിതത്തിൽ ഭയം നിത്യ സംഭവമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരിക്കൽ കടലിലൂടെ നടന്ന് യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ യേശു അനുവാദം കൊടുക്കുമ്പോൾ മഹാപുരോഹിതന്റെ അരിമനയിൽ വെച്ച് ഒരു ദാസി പെണ്ണിന്റെ മുമ്പിൽ യേശുവിനെ 3 വട്ടം തള്ളിപ്പറയുമ്പോൾ പത്രോസിന്റെ ധൈര്യമില്ലായ്മയും ഭയത്തെയും നമുക്കവിടെ ദർശിക്കുവാനായിട്ട് കഴിയും. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവായ യേശു ഈ പത്രോസിനെയാണ് വീണ്ടും വിളിക്കുന്നത്. ആ പത്രോസിനെ തൻ്റെ വിളിയെക്കുറിച്ച് വീണ്ടും ഒന്ന് ഉണർത്തി തനിക്ക് ധൈര്യം പകരുവാനായിട്ട് യേശു ചോദിക്കുന്നു, യോഹന്നാന്റെ മകനായ ശീമോനെ, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? പ്രിയമുള്ളവരെ, ഇതുവരെ യേശു ചോദിച്ചത് നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്നുള്ളതായ ഒരു ചോദ്യമാണ്. നീ ഇവരിലധികമായി നിന്റെ ഉപജീവന മാർഗത്തെക്കാൾ, നിന്നേക്കാൾ, നീ ആയിരിക്കുന്ന ചുറ്റുപാടുകളേക്കാൾ, നിന്റെ പേരിനും പദവിയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ഒരു ചോദ്യം പത്രോസിനോട് 2 വട്ടം ചോദിച്ചപ്പോൾ മൂന്നാമത് ചോദിക്കുന്നത് നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഇവിടെ പത്രോസ് യേശുവിനോട് പറയുന്നത്, അതേ കർത്താവേ, നിനക്കെല്ലാം അറിയാം എന്നുള്ളതായ ഒരു അനുഭവമാണ്. ഇന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയ ദൈവജനമേ, യേശു നിങ്ങളോട് ചോദിക്കുകയാണ്, നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? ഇത് വളരെ നേരായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് വരേണ്ടത് തന്നെയാണ്. അതായത്, നിനക്ക് സകലവും അറിയാം. അത് എൻ്റെ ജീവിതം നിന്റെ സന്നിധിയിൽ ഒരു തുറന്ന പുസ്തകമാണ്. അത് എൻ്റെ ജീവിതത്തിൽ നിന്റെ കണ്ണിന് മുമ്പിൽ മറഞ്ഞിരിക്കുന്നതൊന്നുമില്ല, എല്ലാം നഗ്നവും മലർന്നതുമാണ്. അതുകൊണ്ട് എന്നെക്കുറിച്ച് നിനക്കെല്ലാം അറിയാമെന്ന് പറഞ്ഞ് പത്രോസ് തന്നെ ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ് ധൈര്യശാലിയായി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പൗലോസിനെ ദൈവം പ്രാപ്തിപ്പെടുത്തുന്നത്. പിന്നെ നാം പത്രോസിനെ കാണുന്നത് മറ്റൊരു തരത്തിലാണ്. അതായത്, ശിഷ്യന്മാരിൽ ഒന്നാമനായി പത്രോസെ, നീ പാറയാകുന്നു, നിന്റെ മേൽ ഞാൻ സഭയെ പണിയുമെന്നുള്ള യേശുവിന്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ പ്രഥമ ശിഷ്യനായി പത്രോസ് അവരോധിക്കപ്പെടുന്നു. പത്രോസ് സഭയുടെ 1ാമത്തെ അപ്പോസ്തലനായി മാറ്റപ്പെടുന്നു. അന്ന് കാണപ്പെട്ടതായ എല്ലായിടങ്ങളിലും കർത്താവായ യേശുവിന്റെ സുവിശേഷം വളരെ ധൈര്യത്തോടുകൂടെ അപരന്റെ നന്മയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന ശുശ്രൂഷ. അത് പത്രോസിന്റെ പ്രവർത്തികൾ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ പത്രോസിന്റെ ഭാര്യയെ ക്രൂശിക്കുവാനായി പടയാളികൾ വന്ന് പിടിക്കുകയാണ്. ആ സമയം സധൈര്യത്തോടുകൂടെ പത്രോസ് തൻ്റെ ഭാര്യയെ നോക്കി പറയുന്നത് ഇപ്രകാരമാണ്, യേശുവിനെ ഓർത്ത് നീ ധൈര്യത്തോടുകൂടെ പോകുക. യേശുവിനെ ഓർത്ത് നീ ധൈര്യത്തോടുകൂടെ പോകുക. രണ്ടാമത് പത്രോസിനെ ക്രൂശിക്കുവാനായി അതേ പടയാളികൾ കടന്നു വന്നപ്പോൾ പത്രോസ് ആ പടയാളികളോടും അധികാരവർഗത്തോടും ഇപ്രകാരം പറഞ്ഞു, അതെ, എൻ്റെ അരുമനാഥനായ കർത്താവായ യേശുവിനെ നിങ്ങൾ തലമുകളിലായി ക്രൂശിച്ചു.
അങ്ങനെ മരിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് എന്നെ ക്രൂശിൽ തല കീഴായി ക്രൂശിക്കണമേ എന്നുള്ളതായ ഒരു പ്രാർത്ഥനയാണ് പത്രോസ് ഇവിടെ അധികാര വർഗത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതേ പ്രിയമുള്ളവരെ, പട്ടത്വ ശുശ്രൂഷ എന്ന് പറയുന്നത് ധീരതയുടെ, ധൈര്യത്തിൻ്റെ ഒരു അനുഭവത്തിലൂടെ നിർവഹിക്കപ്പെടേണ്ട ശുശ്രൂഷയാണ്. പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുമ്പോൾ യേശു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം: നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നിനക്ക് എന്നോട് പ്രിയമുണ്ടോ? യേശുവിനെ ഈ ലോകത്തിലുള്ള എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കുന്നവരാണ് ആത്മാർത്ഥമായി ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം. ആ ഒരു ആരാധനയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.
Hallelujah.